അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. റിസോർട്ടിൽ നിന്ന് അവർ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ആ ദിവസം അത് ശരിക്കും ജസീർ ശരിക്കും ലഭ്യനായിട്ടുണ്ട്. അത് തൻ്റെ ഞാൻ വിചാരിച്ച സ്വപ്നങ്ങളൊന്നും നടന്നില്ല, അതിന് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, എനിക്കെന്തോ പറ്റിപ്പോയി. അവളുടെ അരികിലേക്ക് എത്തുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഞാൻ ഇത്രയ്ക്ക് ഒരു ഭീരുവായി പോയി എന്ന് വരെ ജസീറിന് തോന്നിപ്പോയി. പക്ഷേ തന്നെ ആരും ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഹാദിയ അവള് എന്നോടൊരു പകരം വീട്ടുന്നവരെ പക വീട്ടുന്നത് പോലെ എന്തായിരുന്നു അവളുടെ അടുത്തേക്ക് അടുക്കുമ്പോൾ എനിക്ക് സംഭവിച്ചത്? ശരീരമാസകലെ ഒരു ഷോക്കടിക്കുന്ന പോലെ. വീട്ടിലെ ഹാദിയ, പക്ഷേ ഇവളുടെ മുമ്പിൽ ഒരിക്കലും ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. സ്നേഹത്തോടെ കീഴ്പ്പെടുത്തണം, അത് മാത്രമേ നടക്കുള്ളൂ. അതെ, ജസീർ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും നേടിയെടുക്കുക. പക്ഷേ ഇന്നത്തെ പ്ലാനിങ് തികച്ചും അവൾ തെറ്റിച്ച് കളഞ്ഞു. അതിനിടയിൽ മറ്റൊരുത്തനും എൻ്റെ അനിയനാണ്, അല്ലെങ്കിൽ അവനെ ഞാനുണ്ടല്ലോ, രണ്ടിനെയും കൂടി ഞാൻ എന്നാൽ എങ്ങനെയെങ്കിലും ഹാദിയെ സോപ്പിട്ട് പാട്ടിലാക്കണം എന്നുള്ള രീതിയിലായിരുന്നു അവൻ. നേരെ ഹാദിയുടെ മുമ്പിൽ ചെന്നിരുന്നു, വളരെയധികം വിഷമിക്കുന്ന രീതിയിൽ. അത് ജസീർ, ഞാൻ എന്തിനെനിക്കിങ്ങനൊരു ജീവിതം ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. അവളുടെ മുമ്പിൽ അത്രക്കും സഹതാപിച്ചുകൊണ്ട് അവൻ ഇരിക്കുന്നു, സങ്കടപ്പെട്ടുകൊണ്ട്. അതെ ഹാദി, ഹാദി എന്താ ഹാദി, ഞാൻ നിന്നോട് അറിയാതെ എന്തൊക്കെയോ തെറ്റ് ചെയ്തു പോയി അല്ലേ? എനിക്ക് ഒന്നുമല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണടി, അത്രക്കും എനിക്ക് നിന്നെ സ്വന്തമാക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. അതെ, നീ എൻ്റെ കൂടെ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ഹാദിയ പറഞ്ഞു, ഓ അങ്ങനെ അല്ലേ? എന്നിട്ട് എന്താ പറഞ്ഞത്? പ്രസവിച്ചതിന് ശേഷം എന്നെ ആവശ്യമില്ല എന്നല്ലേ പറഞ്ഞത്? ഹാദി, ഞാൻ അങ്ങനെ പല തമാശകളും പറയില്ലേ, അതൊക്കെ നീ അങ്ങ് കാര്യമാക്കി എടുക്കുകയാണോ? എനിക്ക് സത്യമായിട്ടും ഒത്തിരി ഇഷ്ടമാണടി നിന്നെ. അതെ, നീ എൻ്റെ പെണ്ണല്ലേ? ദേ, നിൻ്റെ കഴുത്തിൽ കിടക്കുന്ന മഹർ, അതിൽ എൻ്റെ പേരുണ്ടല്ലോ അല്ലേ? എന്താ നീ എന്നോട് ഇങ്ങനെ? ഹാദിയ, സത്യം പറഞ്ഞാൽ വിഷമിച്ചു പോയിട്ടോ. നീ എന്താ ഇങ്ങനെ? സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പെണ്ണെ നിന്നെ. നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഹാദിയ, നിൻ്റെ ഡയമണ്ട് നെക്ലേസ് അത് നീ ഇടാറേയില്ലല്ലോ. ഞാൻ വിചാരിക്കും എൻ്റെ പെണ്ണിനെ അതിട്ടൊന്ന് കാണണം എനിക്കൊന്ന്. സത്യം പറഞ്ഞാൽ അതിട്ടാൽ നീ വളരെയധികം സുന്ദരിയായിരിക്കും എൻ്റെ ഹാദി. അതെ, നീ എൻ്റെ അരികിലേക്ക് വാ, നമുക്ക് തിരിച്ചു പോകാം. നമുക്ക് റിസോർട്ടൊന്നും വേണ്ട, നമുക്ക് നമ്മളെ വീട് തന്നെ മതി അല്ലേ? പിന്നെ ഹാദി, ഇക്കയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അവൾക്ക് മനസ്സിൽ ഒരല്പം ആശ്വാസം തോന്നി. യാ അല്ലാ, പഠിച്ചോനെ, അങ്ങനെ നല്ല ബുദ്ധി വന്നാൽ കുഴപ്പമില്ല. എന്നാൽ അപ്പോൾ തന്നെ അവൾ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിന് മെസ്സേജ് അയക്കുവാൻ വേണ്ടി ശ്രമിക്കുവാൻ നിൽക്കുമ്പോൾ പെട്ടെന്നാണ് അവളത് ഓർത്തത്. അവളുടെ ഫോൺ പൊട്ടി ചിതറിക്കിടക്കുന്ന ഒരു നിമിഷം അവൾ ആ ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞു, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ നിങ്ങൾ? എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമായിരുന്നു നിങ്ങളെ. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കും സ്വഭാവം കൂടി ആയപ്പോൾ എനിക്ക് ജീവിതം തന്നെ വേണ്ടെന്ന് തോന്നി. ഇതൊക്കെ എന്നോടുള്ള ദേഷ്യത്തിനല്ലേ ഈ ഫോണൊക്കെ പൊട്ടിത്തെറിപ്പിച്ചത്? ആ ഫോണ് പോട്ടെ, നിനക്ക് ഏറ്റവും പുതിയ വേർഷൻ, അതെ ഐഫോൺ 70 Pro Max, അതെ TV തന്നെ ഞാൻ വാങ്ങിത്തരും. അതിനൊന്നും ജസീറിന് പണിയില്ലല്ലോ. ഓൺലൈനായിട്ട് വേണോ ഓഫ്ലൈനായിട്ട് വേണോ, ആ പഴയ ഫോൺ യൂസ് ചെയ്യണ്ട. അത് പഴയതല്ലല്ലോ, പുതിയത് തന്നെ ആയിരുന്നല്ലോ. അതൊക്കെ പോട്ടെ, 2 ലക്ഷത്തിൻ്റെ ഒരു ഫോൺ വാങ്ങാനാണോ ഇത്ര വലിയ ഒരു ടെൻഷൻ? നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരൂലേ? പിന്നെ ഐഫോണിൽ എന്തൊക്കെ തന്നെ നഷ്ടപ്പെട്ടാലും അത് തിരിച്ചെടുക്കാൻ ഏത് ഫോണിലും കിട്ടുമല്ലോ. അതെ, അതിൻ്റെ അങ്ങോട്ട് ഐഡിയ അടിച്ചു കൊടുത്താൽ പോരെ. എന്താ നീ ഇത്രമാത്രം ടെൻഷനാകുന്നത്? അതെല്ലാം കൂടി കേട്ടപ്പോൾ ഹാദിയക്ക് സമാധാനമായി. ഒരു നിമിഷം അവൾ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനോട് പറയട്ടെ എന്ന് വിചാരിക്കുകയാണ്. ആഷി ഉസ്താദിനോട് വിവരം പറയണം. അതെ ആഷി ഉസ്താദേ, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് അതെ എൻ്റെ ദാമ്പത്യ ജീവിതം ശരിയായി തുടങ്ങുന്നുണ്ട് എന്ന് പറയട്ടെ എന്ന് അവൾ കരുതി.
ഹാദി, നീ പേടിക്കേണ്ട പെണ്ണേ. നമുക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട എന്ത് ഞാൻ വാങ്ങിത്തരാം. പിന്നെ ഏറ്റവും പവർ കൂടിയ ഏറ്റവും മുന്തിയ ഇനം ഐഫോണും. ഓക്കെ, ഹാപ്പി അല്ലേ എൻ്റെ കുട്ടി? സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാട്ടോ. പിന്നെ നിൻ്റെ ചില കുറുമ്പ് കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം പിടിക്കുന്നത്. എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. എന്താ, എന്നോട് ഇഷ്ടമല്ലേ? അവൾ സത്യം പറഞ്ഞാൽ പഠിച്ച റബ്ബേ ഒരു നിമിഷം സ്തുതിച്ചു. പഠിച്ചോനെ, അൽഹംദുലില്ലാ, അല്ലാ എന്തൊരു സ്നേഹമുള്ള ഭർത്താവ്. എപ്പോഴും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. അങ്ങനെ ഏതാ അവർ അവരുടെ ടൂറ് കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്. അത് ഹാദിയയോട് അവൻ തുടരെ സംസാരിക്കുന്നു. ഹാദി, ഇക്കാൻ്റെ കുട്ടിക്ക് എന്താ വേണ്ടത്? നമുക്ക് എന്തേ കഴിക്കണ്ടേ? എൻ്റെ ഇക്ക അതൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ അവൾ തന്നെ ശരിക്കും അത്ഭുതപ്പെട്ടു പോയിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തോടെയുള്ള വാക്ക്. അതെ, എത്രമാത്രം സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. അങ്ങനെ ഏതാ അവർ എന്തെങ്കിലും കഴിക്കുവാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറുന്നു. ഹതി, എന്താ മോളെ വേണ്ടത്? എന്നാ മേനോ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യേ. ഇക്ക, അത് എന്തായാലും വേണ്ടില്ല. ഇക്ക എന്താ ഓർഡർ ചെയ്യണത് മതി. അങ്ങനെയല്ല, നീ ഓർഡർ ചെയ്യുന്നത് ഞാൻ കഴിക്കും. അങ്ങനെയാണ്. നിൻ്റെ ഇഷ്ടമാണ് ഞാൻ ഇനി നോക്കുന്നത്, ഒരിക്കലും എൻ്റെ ഇഷ്ടമല്ല. ഇതുവരെ എൻ്റെ ഇഷ്ടം നോക്കിയില്ലേ, ഇനി ഞാൻ നിൻ്റെ ഇഷ്ടം നോക്കും. ജസീർ അത് പറഞ്ഞപ്പോൾ ഹാദിയ ഒരു നിമിഷം കൂടി പഠിച്ചോനെ സ്തുതിച്ചു. അല്ലാ, എന്നാൽ എനിക്കൊരു മസാല ദോശ മതി. ഓഹ്, അങ്ങനെയാണോ? എന്നാൽ പിന്നെ എനിക്കും അങ്ങനെ മതി. ഞാൻ വിചാരിച്ചിനോ വേറെ എന്തെങ്കിലുമൊക്കെ. ഇക്കാക്ക് ഇഷ്ടമുള്ള ചെയ്തോളൂ. എനിക്കത് മതി, സിമ്പിളായിട്ട് മസാല ദോശ. ഓഹ്, അങ്ങനെയാണോ? അതെ, എന്താ സർ വേണ്ടത്? ഒരു മസാല ദോശ. പിന്നെ വേറെ എന്തെങ്കിലും കൂടെ കഴിക്കാൻ ഐസ്ക്രീംസ് ആൻഡ് അങ്ങനെ എന്തെങ്കിലും? നോ താങ്ക്സ്, അതൊന്നും വേണ്ട. എനിക്കൊരു മസാല ദോശ മാത്രം മതി. എന്നാൽ അവനും പറഞ്ഞു, എന്നാൽ എനിക്കൊന്ന് മതി. ഇക്ക കഴിച്ചോളൂ. ഇത്ര സിമ്പിളായിട്ടുള്ളത് ഇക്ക കഴിക്കാറില്ലല്ലോ. അങ്ങനെയല്ല, നിൻ്റെ ഇഷ്ടമല്ലേ എൻ്റെ ഇഷ്ടം. ആ, അത് മതി. പിന്നെ എന്താ ഡ്രിങ്ക്? എന്തെങ്കിലും മൊജിറ്റോ, അങ്ങനെ ജ്യൂസ് ഐറ്റംസ്? എനിക്കൊരു ലൈമ് മതി. ഓ, അതെന്താ ഇത്രയും സിമ്പിളായിട്ട് നീ പറയുന്നത്? ഇത്രയും വലിയ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നീ ഇത്രയും സിമ്പിളായിട്ടുള്ള ഫുഡാണോ കഴിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വല്ല തട്ടുകടയിലും കയറിയാൽ പോരെ? ജസീറിൻ്റെ ആ ഒരു വാക്ക് കേട്ട് അവൾ പറഞ്ഞു, അത് മതി ഇക്ക, എനിക്ക്. ഇക്ക നല്ല സ്പെഷ്യൽ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തോളൂ, എനിക്കത് വേണ്ട. എന്നാൽ അപ്പോഴേക്കും ജസീർ എന്തൊക്കെയോ ഓർഡർ ചെയ്തു അവളുടെ മുമ്പിലേക്ക് എത്തിച്ചു. അതെ ഹാദി, ഇതൊക്കെ നീ കഴിക്കണം. ഈ സ്പെഷ്യൽ ജ്യൂസും ഈ സാലഡും അതുപോലെ ഈ ഫുഡ് ഐറ്റംസൊക്കെ. എൻ്റെ ഇക്ക, എനിക്കിത് മതി. അത് പറഞ്ഞാൽ പറ്റില്ല. നീ ഇങ്ങനെ ഇത്രമാത്രം ദാരിദ്ര്യത്തോടെ കഴിക്കുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ല. നീ കഴിക്ക് പെണ്ണേ. തൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൾ അതിൽ നിന്നെല്ലാം അല്പം കഴിച്ചു. എന്താ, ഐസ്ക്രീംസ് നമുക്ക് രണ്ടു പേർക്കും ഷെയർ ചെയ്ത് കഴിക്കാനാണ് ഒരു ബോളിൽ എടുക്കാൻ പറഞ്ഞത്. എന്താ, അവർ രണ്ടുപേരും ഒരേ ബോളിൽ നിന്ന് അതാ ഐസ്ക്രീം കഴിക്കുന്നു. അവൻ്റെ കണ്ണുകൾ അതാ അവളുടെ കണ്ണുകളിൽ ഉടക്കി. ഒരു നിമിഷം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് തന്നോട് എന്തൊക്കെയോ സ്നേഹമുണ്ടെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങി. എന്തൊക്കെ ഇങ്ങനെ നോക്കുന്നത്? എൻ്റെ ഹാദി, നിന്നെ കാണാൻ എന്ത് മൊഞ്ചാണ് പെണ്ണേ. സത്യമായിട്ടും നിൻ്റെ കണ്ണിൽ അഴകി ഞാൻ കണ്ടില്ല കേട്ടോ. ഇപ്പോഴാണ് ഞാനത് കാണുന്നത്. പോയിക്ക ഒന്ന് ഇങ്ങനെയൊന്നും പറയാതെ. എന്താ മോളെ, കഴിക്ക്, നീ ഇഷ്ടം പോലെ കഴിക്ക്. നീ ക്ഷീണിക്കാൻ പാടില്ല കേട്ടോ. നീ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണം, അതാണ് എനിക്കിഷ്ടം. എൻ്റെ പൊന്നിക്ക, ഞാൻ കഴിക്കുന്നുണ്ടേ. അതെ, അവളുടെ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങളാണ് വന്നെത്തിയത്. സത്യം പറഞ്ഞാൽ ഇത്ര സ്നേഹത്തോടു കൂടി എന്നോട് പെരുമാറിയിട്ടില്ല. എന്താണെന്നറിയില്ല. റബ്ബേ, എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥം കാണുന്നുണ്ടോ? എൻ്റെ ഉസ്താദിൻ്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കും. അതെ, ആഷി ഉസ്താദിനോട് വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണം. എൻ്റെ ഉസ്താദ് എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജീവിതം അത് ഒന്നേ ഉള്ളൂ, അത് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണം. അതെ, ഒരു ജീവിതം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു വിഷമമായിരിക്കും, ഖേദമായിരിക്കും. അതുകൊണ്ട് എൻ്റെ ഹാദിയ, പൊന്നുമോൾ ക്ഷമിച്ച് ജീവിക്കണം എന്നൊക്കെ എൻ്റെ ഉസ്താദ് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം പറഞ്ഞു. അതെ, വീട്ടുകാരോട് പറഞ്ഞത് കേൾക്കുന്നില്ലെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. അതെ, എൻ്റെ ഉസ്താദിനോട് ഈ സന്തോഷ വാർത്ത എനിക്ക് പറയണം, പക്ഷെ ഫോണില്ല. ഒരു നിമിഷം അവൾ എന്തോ ഒരു
വിഷമം പ്രകടിപ്പിച്ചപ്പോൾ ഹാദി എന്തു പറ്റി? ഇക്ക ഫോണില്ലായിട്ട് എന്തോ ഒരു പോലെ. ഓ ഫോണ് അത് നമുക്ക് വാങ്ങാന്നേ, ഇപ്പോൾ തന്നെ വാങ്ങിത്തരാം കേട്ടോ. ഇക്കയുടെ കുട്ടി വന്നേ. സന്തോഷത്തോടെ നല്ലൊരു വലിയ മൊബൈൽ ഷോപ്പിലേക്ക് കയറി. അത് 70 Pro Max TV. ഓഹ് വലിയ ടീമാണെന്ന് തോന്നുന്നു. അവരെ പ്രത്യേകമായി സ്വീകരിച്ചെടുത്ത് അവർക്ക് ഒരുപാട് കളക്ഷൻസ് കാണിച്ചു കൊടുത്തു. ആ ഓറഞ്ച് കളർ അതെനിക്ക് വേണ്ട. വേണ്ടേ, നിനക്ക് ഇഷ്ടമുള്ള എടുത്തോ. അതൊരു ഫാൻസി കളറായിട്ട് അവൾക്ക് വലിയൊരു താല്പര്യമില്ല. എന്നാൽ പിന്നെ ഈ കളർ നോക്ക്. ഓക്കെ ഓക്കെ, ഇത് കുഴപ്പമില്ല, ഇതുപോരെ. ഇക്ക ഇത്ര വലിപ്പമുള്ള ഫോണൊന്നും വേണമെന്നില്ല, സിമ്പിളായിട്ട്. അത് പിന്നെ 70 Pro Max ഒക്കെ ആകുമ്പോഴേ ഇത്ര വലിപ്പം വരാ. എന്താ ഇപ്പോഴും ട്രെൻഡിങ് അല്ല, എല്ലാവരുടെ കയ്യിലുള്ളതല്ലേ, പിന്നെ എന്താ പെണ്ണേ നീ ഇങ്ങനെ? ജസീറ സ്നേഹത്തോടെ അവൾക്ക് നേരെ അത് സമ്മാനമായി നീട്ടുന്നു. ഇക്കാൻ്റെ കുട്ടിക്ക് ഒരു ഗിഫ്റ്റാണത്. അതെ, അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ഇത്രയൊന്നും വേണ്ടിയിരുന്നില്ല, ഒരു സാധാരണ ചെറിയ ഐഫോൺ മതിയായിരുന്നു. എന്താ നിനക്ക് തരുമ്പോൾ മോശമാക്കാൻ പറ്റുമോ? നിനക്ക് തന്ന എന്തെങ്കിലും ഞാൻ മോശമാക്കിയിട്ടുണ്ടോ? സന്തോഷത്തോടു കൂടി അവൾക്കത് ഗിഫ്റ്റായി കൊടുത്തു. അങ്ങനെ അതാ അവർ തിരിച്ച് വണ്ടിയിൽ കയറി. അല്ല, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. അവൾ ഫോണിൻ്റെ ലോക്ക് തുറന്നു. ഓ മാഷാ അല്ലാ, വാട്സപ്പ് ഉണ്ട്. പ്രിയപ്പെട്ട ഉസ്താദിന് ഇപ്പോൾ തന്നെ മെസ്സേജ് അയക്കട്ടെ. അങ്ങനെ അത് അപ്പോൾ തന്നെ അവൾ ടൈപ്പ് ചെയ്യുന്നു. ഉസ്താദെ അസ്സലാമു അലൈക്കും. എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട്. ഉസ്താദ് ദുആ ചെയ്യണം. അത് ദാമ്പത്യ ജീവിതം ഹയറായി കിട്ടാൻ വേണ്ടിയിട്ട്. അത് പറഞ്ഞ് അവൾ ഫോൺ അതാ ബാഗിലേക്ക് ഇട്ടു. ഓ പഠിച്ചോനെ, സമാധാനായി റബ്ബേ. ഇക്ക എന്തടി? ഇക്കാൻ്റെ കുട്ടിക്ക് ഇനി എന്ത് വേണം? ഇനിയൊന്നും വേണ്ടിക്ക, അങ്ങയുടെ സ്നേഹം ഉണ്ടല്ലോ അത് മതി. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും നല്ല സുഖത്തിൽ ദാമ്പത്യ ജീവിതം ഉണ്ടാകുമ്പോൾ എനിക്ക് മാത്രം എന്താ റബ്ബേ ഇങ്ങനെയെന്ന്. എൻ്റെ പെണ്ണെ, എൻ്റെ ഒരു ബുദ്ധിമോശം സാരല്ല, എന്നോട് ക്ഷമിക്ക്. ഇനി എൻ്റെ കുട്ടിയെ ഞാൻ പൊന്നു പോലെ നോക്കൂട്ടോ. സ്നേഹത്തോടെ അവർ ഇതാ പുളിക്കൽ തറവാട്ടിലേക്ക് എത്തുന്നു. കോലായിൽ തന്നെ ഉമ്മ ഇരിക്കുന്നുണ്ട്. രണ്ടും കൂടി വരുന്നുണ്ട്. എവിടെടാ, എവിടെയായിരുന്നു ഇപ്പോൾ? 2 ദിവസം അവിടെ അങ്ങോട്ട് തങ്ങിയില്ലേ? ഉമ്മ പിന്നെന്താ, ഞങ്ങളോട് താമസിക്കാൻ പോയതല്ലേ. ഒന്നുമില്ല, വീട്ടിൽ കാരണവന്മാരുണ്ട്, കാരണത്തിയാരുണ്ട് എന്നുള്ളൊരു ഓർമ്മയൊക്കെ ഉണ്ടാണ്, നല്ലതാണ്. എന്താ ഉമ്മ, എന്താ പ്രശ്നം? ഒന്നുമില്ല. നിങ്ങൾ 2 പേരും ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങിപ്പോവുക, ഇഷ്ടമുള്ളപ്പോൾ കയറി വരിക. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഞാൻ നിങ്ങളോട് പറഞ്ഞതാണല്ലോ പോകുന്നത്. പിന്നെന്താ? എന്താടി നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലായിക്കൂടെ നിൻ്റെ ഭർത്താവിനോട്? നിങ്ങൾ വേണ്ട മാതിരി വരും. എന്താ ഇപ്പം ഇതൊന്നും നടക്കൂല കേട്ടോ. കുറച്ച് ഇവിടെ ആകുമ്പോഴേ അത്യാവശ്യം മാനമര്യാദയിൽ നടക്കണം, അല്ലാതെ നിങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ കാട്ടിക്കൂട്ടാനൊന്നും പറ്റൂല. ഉമ്മ വേണ്ട, പൊയ്ക്കോ. ഇനിയിപ്പോൾ ഉമ്മാന്ന് വിളിച്ച് ന്യായീകരിക്കണ്ട. സത്യം പറഞ്ഞാൽ ഹാദിയക്ക് ഉമ്മയുടെ മുഖഭാവം കണ്ടപ്പോൾ സങ്കടമാണ് വന്നത്. റബ്ബേ, ഒരു ഭാഗം നന്നായി വരുമ്പോൾ ഒരു ഭാഗം ഇങ്ങനെയാണ്. എന്നാലും വേണ്ടിയില്ല, ഇക്കാൻ്റെ സ്നേഹം ഉണ്ടല്ലോ അത് മതി. അവൾ വേഗം ധൈര്യത്തോടു കൂടി അതാ റൂമിലേക്ക് കിടക്കുന്നു. ഹാദി, ഡ്രസ്സ് മാറ്റണ്ടേ? ഇക്ക ഞാൻ അത് തന്നെ വന്നത്. ഇക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങോ? അല്ലണ്ട് പെണ്ണെ, എന്ത് കഥയാണിത്? ഞാൻ നിൻ്റെ ആരാ? ഞാൻ പുറത്തേക്ക് എന്താ ആവശ്യമുള്ളത്? അല്ലേക്ക് എനിക്ക് മടിയാണ്. ഇക്ക പുറത്തേക്ക് ഇറങ്ങി. അത് നല്ല കൂത്ത്. അല്ല പെണ്ണെ, ഞാൻ നിൻ്റെ ആരാണ്? നീ എന്തിനാണ്? എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഡ്രസ്സ് മാറ്റുമ്പോൾ ഒരാളും അകത്ത് നിന്നാണ് ഇഷ്ടമല്ല ഇക്ക, പ്ലീസ്. ബെസ്റ്റ്. എന്താ മോളെ നീ ഇങ്ങനെ? നിനക്കെന്താ? ഞാൻ നിൻ്റെ ഭർത്താവല്ലേ ഇക്ക, പ്ലീസ് എനിക്ക്. എന്നാൽ അവൾ പെട്ടെന്ന് അതാ ബാത്റൂമിലേക്ക് പോയി ഡ്രസ്സ് എടുത്തിട്ട്. ജസീർ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. പഠിച്ചോനെ, എന്തൊക്കെ തന്നെയായാലും ഭാര്യയായാലും ഭർത്താക്കന്മാരായാലും ഡ്രസ്സ് മാറുന്ന സമയത്ത് അവർ റൂമിൽ ഉണ്ടാവുമ്പോൾ എനിക്കറിയില്ല, എന്തൊക്കെയോ ഒരു മനസ്സിക്ക് ഒരു ഇടങ്ങാറാണ്, എന്തെന്നറിയില്ല. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ഹാദിയ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ജസീർ ഒരു നിമിഷം തടഞ്ഞു. എങ്ങോട്ടടി? നീ എന്ത്? ഞാൻ നിൻ്റെ ഭർത്താവല്ലേ, നീ എന്താ ഇങ്ങനെ ഭയക്കുന്നത്? ഒന്നുമില്ലിക്ക, പ്ലീസ്. ഞാൻ ഒന്ന് ഫ്രഷായിട്ട് എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിടട്ടെ. ഓ എന്നാ വേഗം ചെല്ല്, വേഗം ഫ്രഷായിട്ട് ഡ്രസ്സ് വേഗം മാറ്റി വാ.
അങ്ങനെ അതാ ജസീർ അവളെ വെയിറ്റ് ചെയ്യുന്നു. ആ നിമിഷം അതാ ജസീറിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ. ഹലോ, എന്താ ജസീർ, സെറ്റായോ? എന്തായി, അഭിനയൊക്കെ അങ്ങ് തകർത്തോ? മിണ്ടാതിരിക്കുക, അവളിപ്പോൾ വരും. എന്തൊക്കെ തന്നെയാലും അല്ലാതെ വഴിയില്ല. സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുക, അല്ലാത്തൊരു വഴിയില്ല. മേരി ആയിരുന്നു വിളിച്ചിരുന്നത്. അതെ, മേരിയോടും അങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞപ്പോൾ മേരിയും പറഞ്ഞത് അങ്ങനെ അഭിപ്രായം തന്നെയായിരുന്നു. എന്നാൽ പാവം ഹാദിയ, അവൾ വാഷ്റൂമിൽ കയറി കുളിക്കുകയാണ്. സ്നേഹത്തോട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ അരികിലേക്ക് വരുവാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.